പ്രിയപ്പെട്ട സ്നേഹതീരം വാട്സപ്പ് കൂട്ടായ്മയിലെ ഇരിശക്കൂട്ടത്തിലെ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്നേഹതീരം ഇരിശക്കൂട്ടം സംഘടിപ്പിക്കുന്ന മിക്ക പരിപാടികളിലും അതിലൊരു ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സംഘാടകർ എന്നെ ക്ഷണിക്കാറുണ്ട്. അതിനുള്ള നന്ദി ആദ്യമായി ഞാനിവിടെ രേഖപ്പെടുത്തുക. ഇപ്പോൾ തിരിശക്കൂട്ടം സംഘടിപ്പിച്ചിട്ടുള്ള ഖുർആൻ പാരായണ മത്സരം, ആ മത്സരത്തിൻ്റെ അവസാനത്തെ ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. തിരിശക്കൂട്ടം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാം, ലോകത്തിൻ്റെ മുന്നിൽ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണ് എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം പറയുക എന്നുള്ളതല്ല, പക്ഷെ രാഷ്ട്രീയത്തിൽ ഈ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോരുത്തരും അവരവരായ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്ന രാഷ്ട്രീയം എന്നതിനപ്പുറം ജനാധിപത്യം നിലനിർത്തണം, മതേതരത്വ ബോധം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം എന്നത് കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നാം എല്ലാവരും മുന്നോട്ട് വെക്കേണ്ടത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അത്യന്തം ഭീകരജനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആർക്കും ഇന്നലെ വരെ ജീവിച്ചതുപോലെ നാളെയും ജീവിക്കാൻ വേണ്ടി കഴിയുമോ എന്ന വലിയ ആശങ്കയിലാണ് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിൽ. മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുകയാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി നരേന്ദ്രമോദിയും RSSും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, പൗരത്വ ഭേദഗതി ബില്ല് ജയരാജയുടെ സൂചിപ്പിച്ച് ദീർഘകാലം സംസാരിക്കുന്നില്ല. ആ പൗരത്വ ഭേദഗതി ബില്ലുമായി നരേന്ദ്രമോദിയും ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ മതന്യൂനപക്ഷങ്ങളോടൊപ്പം ഏറ്റവും മുൻപന്തിയിൽ അതിനെതിരെ ശബ്ദിക്കാൻ നിന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള, കേരളത്തിനകത്തുള്ള ഹിന്ദു മതവിശ്വാസികളും ഉണ്ടായിരുന്നു. അത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. അതാണ് ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ യഥാർത്ഥ കാതൽ. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഏതാനും വോട്ടിനോ ഏതാനും സീറ്റിനോ വേണ്ടി നമ്മുടെ നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും നാം അംഗീകരിക്കരുത്, സ്വീകരിക്കരുത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ നമ്മളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതൊരു അവസാനത്തെ ബസ്സാണ്. ഈ ബസ്സിൽ കയറിയില്ലെങ്കിൽ മറ്റൊരു ബസ്സിന് നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ലാസ്റ്റ് ബസ്സിൽ കയറേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആ ലാസ്റ്റ് ബസ്സിൽ 10-18 ആളെ ഇവിടുന്ന് പാർലമെന്റിലേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദരിമാരെ, പെങ്ങന്മാരെ, നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ബിൽ, മുത്തലാഖ് ബിൽ, ഏക സിവിൽ കോഡ്, ഇത്തരം കരിനിയമങ്ങളെല്ലാം നമ്മുടെ പാർലമെന്റിനകത്ത് കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി ശബ്ദിക്കാൻ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിനധികമായി, മതത്തിനധീനമായി ചിന്തിക്കാൻ, പോരാടാൻ, ശബ്ദിക്കാൻ നമ്മൾ ലാസ്റ്റ് ബസ്സിക്ക് കയറ്റി അയച്ച ഒരാളെയും കണ്ടില്ല എന്നതാണ് ആ തെറ്റ്. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെറ്റ് പറ്റാതിരിക്കാൻ നല്ല ചിന്തയോടുകൂടി ഏതവസരത്തിലും എല്ലാവരെയും ഒരുപോലെ കാണാൻ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ, എല്ലാ ഗീതങ്ങളും പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് അതിന് പറ്റുന്ന തെറ്റായ കരിനിയമങ്ങൾ നമ്മുടെ എല്ലാം ദൗർഭാഗ്യവശാൽ ഇനിയും ഒരിക്കൽ കൂടി RSS നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇതിലും കഠിനമായ നിയമങ്ങളുമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുമ്പോൾ അരുതെന്ന് പറയാൻ, ഉറച്ച നിലപാടെടുക്കാൻ, ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുന്നവരെ മാത്രമാണ് ഈ പാർലമെന്റിനകത്ത് നാം ജയിപ്പിച്ചു വേണ്ടത് എന്നതുകൂടി സൂചിപ്പിച്ചതുകൊണ്ട് കൂടുതൽ മറ്റു രാഷ്ട്രീയമൊന്നും പറയാതെ ഈ ഖുർആൻ പാരായണ മത്സരം എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ള തിരിശക്കൂട്ടത്തിന്റെയും സ്നേഹതീരം കൂട്ടായ്മയുടെയും മുഴുവൻ ആളുകൾക്കും എന്റെ പ്രസ്ഥാനത്തിന്റെയും ആർദ്രമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.